hello, welcome you all to Entry Up. I am Kavya. കേറ്ററ്റിന്റെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷ നേരിടുക എന്ന് പറയുന്നത് കേറ്ററ്റിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസിനെ നേരിടുക എന്ന് പറയുന്നതിൽ നിങ്ങൾ ചിലപ്പോഴെങ്കിലും കൺഫ്യൂസ്ഡ് ആവാറില്ലേ? ഇനി അതിന്റെ ആവശ്യമില്ല. നമുക്കിന്ന് കുറച്ച് ചോദ്യങ്ങൾ, കുറച്ച് ട്രിക്കുകൾ. തുടങ്ങിയാലോ? തുടങ്ങാം അല്ലെ? ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ട്രിക്ക് പരിചയപ്പെടാം. Which of the following set of statements represents acceptable prepositions in respect of teaching-learning relationship? Choose the correct code to indicate your answer. First one, when students fail in a test, it is the teacher who fails. എപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒന്ന് തന്നെയാണ് അല്ലെ? യെസ്. അടുത്തത്, നെക്സ്റ്റ് വൺ, every teaching must aim at ensuring ലേണിംഗ്. നമുക്ക് എപ്പോഴും അത് പറയാൻ പറ്റുമോ? എപ്പോഴും എല്ലാ ടീച്ചിങ്ങും ലേണിംഗിലേക്ക് റിസൾട്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ? നമുക്കൊന്ന് പരിശോധിക്കാം. There can be teaching without learning taking place. There can be no learning without teaching. A teacher teaches but learns also. Real learning implies root learning. So പലപ്പോഴും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോ കാൻഡിഡേറ്റ്സ് വളരെ പാനിക്കാണ്. കാരണം ഇങ്ങനെ കുറെ ഓപ്ഷൻസ് നമുക്ക് തരുന്നു. ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്നുള്ളതിനെ കുറിച്ച് കൺഫ്യൂസ്ഡ് ആണോ നിങ്ങൾ? ഇനി കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. സോ യുവർ ഫസ്റ്റ് ട്രിക്ക് ഈസ് റെപ്പിറ്റേഷൻ ട്രിക്ക്. ഓക്കെ. സോ എന്താണ് റെപ്പിറ്റേഷൻ ട്രിക്ക്? നമുക്ക് ഓപ്ഷനുകളിലേക്ക് മൂവ് ചെയ്യാം. നമ്മുടെ ഓപ്ഷൻസ് നോക്കുക. ഇവിടെ ഇപ്പൊ നമുക്കുള്ളത് 2, 3. ഞാൻ ഈ ഓപ്ഷൻസ് ഒന്നുകൂടെ എഴുതാണ്. 4, 5. ഓക്കെ. 1, 2, 3, 5. അടുത്ത നോക്കിക്കേ. 3, 4, 5, 6. അടുത്ത നോക്കിക്കേ. 1, 2, 5, 6. അപ്പൊ ഞാൻ ജസ്റ്റ് ഓപ്ഷൻസിൽ നിന്ന് ക്രോഡീകരിച്ചെന്നേ ഉള്ളൂ. 2, 3, 4, 5. 1, 2, 3, 5. ഇവിടെ 3, 4, 5, 6. ഇവിടെ 1, 2, 5, 6. ഇത് വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണോ? ആദ്യം പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും കുറച്ച് ഹെക്ടിസിറ്റി തോന്നിയേക്കാം. പക്ഷെ നമുക്ക് ഇത് എല്ലായ്പ്പോഴും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ട്രിക്കാണ്. നോക്കിക്കേ. 2, 1. നമുക്ക് ഈ കോളമായിട്ട് നോക്കാം. ആദ്യത്തെ ഈ ഒരു കോളത്തില് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഏത് നമ്പറാണ്? റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പർ 2, 1, 3, 1. യെസ്, ദാറ്റ്സ് ഇറ്റ്. 1 ആണ് വരുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഇതും എലിമിനേറ്റ് ചെയ്യാം, ഇതും എലിമിനേറ്റ് ചെയ്യാം. വിച്ച് മീൻസ് ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ 4 ആയിരിക്കാം നിങ്ങളുടെ ഉത്തരമായി വരാൻ സാധ്യതയുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്തായാലും കറക്റ്റ് ആണ്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെയും 2 വന്നിട്ടുണ്ട്. അപ്പൊ അതും കറക്റ്റ് ആണ്. ഇനി വ്യത്യസ്തമായിട്ടുള്ളത് മൂന്നാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ പറ്റുമോ നോക്കാം. There can be teaching without learning taking place. There can be teaching without learning taking place. ശരിയല്ലേ? അതായത് നമ്മൾ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, അതെല്ലാം എല്ലാവരും പഠിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് ഡ്വെൽ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പൊ 3 കറക്റ്റ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ എന്താ വന്നത്? ഇവിടെ 5ഉം 5ഉം എന്തായാലും വന്നിട്ടുണ്ട് രണ്ടിലും. പിന്നെ ഇവിടെ 3ഉം ഇവിടെ 4ഉമാണ്. അപ്പൊ 6ഉമാണ്. 6ഉം എടുത്ത് നോക്കിക്കേ. റിയൽ ലേണിംഗ് ഇംപ്ലൈസ് റൂട്ട് ലേണിംഗ് ആണോ? റൂട്ട് ലേണിംഗ് പറഞ്ഞാൽ എന്താ? ബൈ ഹാർട്ട് പഠിക്കുക. അതാണോ ശരിക്കുള്ള പഠനം? ഒരിക്കലും അല്ല അല്ലെ? സോ ഇത് വരില്ല. സോ ഓപ്ഷൻ 2 ആണ് നിങ്ങളുടെ ശരിയായ ഉത്തരം. എന്തിനാ നമ്മൾ റെപ്പിറ്റേഷൻ ട്രിക്കിലേക്ക് പോയത്? വളരെ ഈസി ആയി തന്നെ നമുക്ക് 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ള ഓപ്ഷൻസ് വെച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഉത്തരത്തിലേക്ക് എത്തിയാൽ മതി. സോ ദിസ് ഈസ് യുവർ repetition trick. Let's move on to the next question. In which teaching method learners' participation is made optimal and proactive? Discussion method, bus session method, brainstorming session method and project method. So ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ തന്നെയാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ട്രിക്ക് it is nothing but keyword trick. So എന്താണ് keyword trick എന്ന് നോക്കാം. In which teaching method learners' participation is made
ഒപ്റ്റിമൽ. അതായത് ലേണേഴ്സ് ഉണ്ട്, ലേണേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് അറ്റ് ദ പീക്ക് ലെവലിലായിരിക്കും. അത് ഏതായിരിക്കും? ഡിസ്കഷൻ ആവാം, ബസ് സെഷൻ ആവാം, ബ്രെയിൻ സ്റ്റോമിംഗ് ആവാം, പ്രൊജക്ട് മെത്തേഡ് ഏതായിരിക്കും? യെസ്, ഒപ്റ്റിമൽ ആക്റ്റീവ്. അതായത് കുട്ടികളുടെ ഇൻവോൾവ്മെന്റ്, കുട്ടികൾ പഠിക്കുക, ലേണേഴ്സ് ആക്റ്റീവായി ഇൻവോൾവ് ചെയ്യുക. അതേത് മെത്തേഡേ ഉള്ളൂ? ഒന്നത്തിന്റെ തന്നെ കീവേഡ് ആണ് ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീവേഡ് ആണ് പ്രൊജക്ട് മെത്തേഡ്. സോ ഓപ്ഷൻ 4 ആണ് ഇവിടത്തെ റൈറ്റ് ആൻസർ. ശ്രദ്ധിച്ചേ, ആദ്യം നമ്മൾ പഠിച്ചു എന്തായിരുന്നു? റെപ്പിറ്റേഷൻ ട്രിക്ക്. രണ്ടാമത് നമ്മൾ പഠിച്ച ട്രിക്ക് ഏതാണ്? കീവേഡ് ട്രിക്ക്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Formative evaluation tends to accelerate the pace of learning. Reason as against summative evaluation, formative evaluation is highly reliable. Choose the correct answer from the following code. Okay. So, ഇവിടെ both A and R are true and R is the correct explanation of A. Both A and R are true but R is not the correct explanation of A. A is true, R is false, A is false, R is true. See, നമുക്ക് ഇവാലുവേഷന്റെ മേഖലയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് 2 ഫോം ഓഫ് ഇവാലുവേഷൻ ഉണ്ട് അല്ലെ? ഏതൊക്കെയാണ്? യെസ്, ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഉണ്ട്, സമ്മേറ്റീവും ഉണ്ട്. അപ്പൊ സമ്മേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ടുവേർഡ്സ് ദി എൻഡ് വരുന്നതിനെയാണ് നമ്മൾ സമ്മേറ്റീവ് എന്ന് പറയുന്നത്. ഓരോ സ്റ്റേജസിലും നടക്കുന്ന ഇവാലുവേഷൻ ആണ് ഫോർമേറ്റീവ് അല്ലെ? അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഫോർമേറ്റീവ് ഇവാലുവേഷൻ ടെൻസ് ടു ആക്സിലറേറ്റ്. കറക്റ്റാ. ഇവാലുവേഷൻ എന്ന് പറയുമ്പം ജനറലി നമുക്ക് വരുന്ന വാക്കുകളാണ്, കീവേഡ്സ് ആണ് ആക്സലറേറ്റ്, പ്രൊമോട്ട്, ഓഗ്മെന്റ് മുതലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതെന്തായാലും കറക്റ്റ് ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആസ് അഗെയിൻസ്റ്റ് സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഇസ് ഹൈലി റിലയബിൾ. സി, ഒരു കാര്യമുണ്ട്, അതായത് നമുക്ക് ഇവാലുവേഷനുകളെ തമ്മിൽ ഒരിക്കലും കമ്പാരിസൺ പോസിബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം പോരെ. അപ്പോൾ ആസ് അഗെയിൻസ്റ്റ് ഇതിന് നമ്മൾ നെഗേഷൻ വാക്കുകൾ എന്ന് പറയും. ആൻഡ് ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് ദ നെഗേഷൻ ട്രിക്ക്. എന്താണ് നെഗേഷൻ ട്രിക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓപ്ഷൻസിൽ അല്ലെങ്കിൽ നമുക്ക് തരുന്ന അസേർഷൻ റീസണിങ്ങില് അല്ലെങ്കിൽ നമുക്ക് തരുന്ന MCQ ക്വസ്റ്റ്യനില് ഓൺലി, ഫ്യൂ, സം നോട്ട്, നോ, കമ്പാരിസൺ. നമ്മൾ ഈ കമ്പയർ ചെയ്യും. അപ്പം ആസ് അഗെയിൻസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കമ്പയർ ചെയ്തില്ലേ? സോ കമ്പാരിസൺ, ലിറ്റിൽ, ഫ്യൂ നമ്മൾ പറഞ്ഞു. ഇനി സമ്മ നോട്ടും ഉണ്ട്, ദെൻ സമ്മും നമ്മൾ പറഞ്ഞു. ഓൾറെഡി നമ്മൾ അത് എഴുതി കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകൾ വരികയാണെങ്കിൽ അത്തരത്തിലുള്ള വാക്കുകൾ വി ഹാവ് ടു എലിമിനേറ്റ്. സോ ഇവിടെ ആസ് അഗെയിൻസ്റ്റ് എന്നൊരു കമ്പാരിസൺ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് പറ്റില്ല. സോ A is true and R is false. അപ്പൊ ആദ്യം പഠിച്ചത് എന്താ? റെപ്പിറ്റേഷൻ ട്രിക്ക് ആണ്. രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? കീവേഡ്. ഏതൊരു പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും എക്സ്പെഷ്യലി ഫോർ കേറ്റഡ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എൻട്രിയിൽ എപ്പോഴും ഞങ്ങളുടെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒന്ന് തന്നെയാണ്, കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യുക, കീവേഡ്സ് ടാബുലേറ്റ് ചെയ്യുക. കീവേഡ്സ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുമെന്ന് ചോദിച്ചാൽ റാപ്പിഡായി പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്കത് നേടാനായി സാധിക്കുള്ളൂ. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. On the basis of summative test, a teacher is interpreting his or her students' performance in terms of their wellness, lifestyle evident in behavior. This will be called formative testing, continuous and comprehensive evaluation, norm reference testing, criterion reference testing. So it's very simple. ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ട്രിക്കാണ് nothing but the keyword trick. Okay, so ശ്രദ്ധിച്ചേ, formative, on the basis of summative test, a teacher is interpreting his or her students' performance in terms of their wellness and lifestyle. ശ്രദ്ധിച്ചേ, ഇത് wellness lifestyle evident ഒരു ക്രൈറ്റീരിയയുടെ ബേസിസിലല്ലേ ഇവാലുവേഷൻ നടന്നത്? ഒരു കുറച്ച് ഫാക്ടേഴ്സിന്റെ ബേസിസിലാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത്? ആ കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്തത്. ആണോ? ആണല്ലേ. അപ്പൊ പിന്നെ കൂടുതൽ പറയണ്ടല്ലോ. എന്തായിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക? റൈറ്റ് ആൻസർ വിൽ ബി ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ്. അതായത് നമ്മളൊരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയയുടെ ബേസിസിലാണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്തത്. ആൻഡ് അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത്
It is nothing but the criteria reference test. So ഇവിടെ fourth one ആണ് right answer ആയിട്ട് വരുന്നത്. Now let's move on to the next question and the last question. A teacher can help a adolescent to overcome his special problems and help him to adjust to the environment. Which of the following attitude he should not make? Okay, he should impart right information about sex. He should redirect the energies of the adolescent to fruitful channels through sports and other constructive activities. He should have unsympathetic attitude towards other. He should have right information about sex. അപ്പം ഒരു ടീച്ചർ അഡോളസന്റ് കുട്ടിക്ക് അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ അവർക്ക് പലപ്പോഴും ഒരു നെറ്റ്വർക്ക് റിലേറ്റഡ് ആയി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരും. വി നോ ദാറ്റ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ നിറഞ്ഞ പീരീഡ് തന്നെയാണ് ഈ അഡോളസന്റ് പീരീഡ് എന്ന് പറയുന്നത്, അല്ലെ? സോ ആ പീരീഡിന്റെ സമയത്ത് ആ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള മൂമെന്റിൽ എന്താണ് ഇവിടെ ചോദിച്ചത്? എ ടീച്ചർ can help adolescent to overcome his special problem and help him to adjust to the environment. Which of the following attitude he should not make ആണ്, അല്ലെ? ശ്രദ്ധിച്ചേ, the question is in negative form. Question നെഗറ്റീവ് ഫോമിലാണ് ചോദിച്ചത്. എന്താ നെഗറ്റീവ് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നെഗറ്റീവ് ഷുഡ് നോട്ട് എന്നുള്ളതാ. എന്താ ചെയ്യേണ്ടതെന്നല്ല, അല്ലെ? എന്താ ചെയ്യാൻ പാടില്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്, റൈറ്റ്? ഓക്കെ, അപ്പൊ എന്തായിരിക്കണം? ആൻസറും നെഗറ്റീവ് ആയിരിക്കും. ക്വസ്റ്റ്യൻ നെഗറ്റീവ് ഫോമിലാണെങ്കിൽ ആൻസറും നെഗറ്റീവ് ഫോമിലായിരിക്കും. ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മൾ നോക്കിയാൽ ഹി ഷുഡ് എന്ന് പറയുമ്പോ അതൊരു പോസിറ്റീവ് തന്നെയല്ലേ? ഹി ഷുഡ് ഇമ്പാർട്ട്, അത് പോസിറ്റീവാ. അപ്പൊ നമുക്ക് അത് ഉടനെ തന്നെ അങ്ങ് എലിമിനേറ്റ് ചെയ്യാം, കാരണം ക്വസ്റ്റ്യൻ ഇസ് ഇൻ നെഗറ്റീവ് ഫോം. ഹി ഷുഡ് റീഡയറക്ട്, നോ, അപ്പം തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, ഷുഡ് ആണ്, അപ്പൊ അതും പോയി. അടുത്തത് ഹി ഷുഡ് ഹാവ് അൺസിമ്പത്തറ്റിക്. ഈ അൺ, നോട്ട്, നോ ഇതൊക്കെ നെഗറ്റീവ് വേർഡ്സ് ആണ്, അല്ലെ? അൺ, നോ, ലിറ്റിൽ അങ്ങനെയൊക്കെ പറയുന്നത് എന്ത് തന്നെയാണ്? നെഗറ്റീവ് വേർഡ്സ് ആണ്. അൺസിമ്പത്തറ്റിക്, ഇറ്റ്സ് എ നെഗറ്റീവ് വേർഡ്, റൈറ്റ്? ക്വസ്റ്റ്യൻ ഇസ് ഇൻ നെഗറ്റീവ് ഫോം, സോ ഒബ്വിയസ്ലി ദ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ഫോമിലായിരിക്കും. സോ ഇവിടെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട, അവിടുത്തെ റൈറ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? കുറച്ച് ട്രിക്കുകളാണ്, അല്ലെ? ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു പരീക്ഷയ്ക്കും ഹെക്ടിക് ആയിട്ടുള്ള ഒന്നല്ല, പക്ഷെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, ഇത്തരത്തിലുള്ള ട്രിക്കുകളെല്ലാം പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അത് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക, ഗ്രാസ്പ് ചെയ്യുക. അപ്പം എൻട്രിയുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്